മോനെ ബി, ഇങ്ങ് വന്നേടാ, കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. ഇങ്ങ് വന്നേ. എന്താടാ നീ ചോദിക്കേ? അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. എന്താ ഇവിടെ നടക്കുന്നേ? ഇതെന്താ, ഇയാളെന്താ ഇവിടെ? ഓ, അതായിരുന്നോ. അവിടെ കുക്കി വീണപ്പോ വേവലാതി പിടിച്ചൊരു ആൻറ്റി വന്നില്ലേ, അത് എൻ്റെ പപ്പയുടെ പെങ്ങളാണ് എന്ന് പറഞ്ഞ എൻ്റെ കുക്കിൻ്റെ ആൻറ്റി. അപ്പുറം നിൽക്കുന്നത് ആൻറ്റിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അങ്കിൾ. അവർക്ക് രണ്ടുപേർക്കും 2 മക്കളുണ്ട്. മൂത്തത് ഈ സാറ്, ഇളയത് അവളുടെ കൂടെ നിൽക്കുന്നത് ആ കൊച്ച്. ഓ, അങ്ങനെയായിരുന്നോ? ആ, ഇപ്പം എല്ലാം മനസ്സിലായി. അപ്പം നീ പറഞ്ഞു വരുന്നത് ഈ സാറും റിയയും നിങ്ങൾ കസിൻസാ? ആ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന സാറിൻ്റെ ചേട്ടനും ആ നിൽക്കുന്ന റിയൻ്റെ അനിയത്തിയാ? ആണല്ലേ. വെറുതെ അല്ല, അന്ന് ഞാൻ അവളുടെ ചേട്ടനെ കാലമാടാ എന്ന് വിളിച്ചപ്പോൾ അവൾ അങ്ങനെ പ്രതികരിച്ചത്. ഞാൻ വിചാരിച്ചൊരു വിദ്യാർത്ഥിക്ക് അധ്യാപകനോടുള്ള സ്നേഹമാണെന്ന് ഇപ്പം മനസ്സിലായി. ഓഹോ, അപ്പോ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. കുക്കിമോക്കയുടെ കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട് അല്ലേ ബി? ശരി, നിനക്കും അങ്ങനെ തോന്നുന്നില്ലേ? അയ്യോ, അതിനു മുമ്പേ എന്റെ കാര്യത്തിന് തീരുമാനമാവുന്നു മനസ്സിലായി. കുക്കിമോളെ വേണ്ട, ഇനി കുക്കിമോളെ വിളിക്കണ്ട. ഞാൻ വിചാരിച്ച ആവിച്ചാനും ചെറിച്ചാനും എന്റെ കൂടെ നിൽക്കുമെന്ന്. നിങ്ങൾ എബിച്ചായന്റെ കൂടെ നിൽക്കുവാണല്ലേ? വേണ്ട, നിങ്ങളോട് ഞാൻ ഇനി മിണ്ടൂല. അന്നമ്മേ, നീ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. ഞാൻ എന്തായാലും അവന്മാരുടെ കൂടെ നിൽക്കൊന്നുമില്ല. അന്നമ്മയ്ക്ക് കൂട്ട് ഈ ചെറുച്ചായനുണ്ട്. നമുക്ക് അയാൾക്കിട്ട് നല്ല പണി കൊടുക്കാം, പോരെ? അത് മാത്രം മതിയോ ചെറുച്ചേട്ടാ? ഓ എന്റെ കർത്താവേ, ഈ കുട്ടിപ്പിശാശി കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല അറിയ, ഞാൻ ചുമ്മാ കുക്കീനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി. അല്ലാണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ? ഒന്നുമില്ലെങ്കിലും അത് ഒരു അധ്യാപകനല്ലേ, ആ ബഹുമാനം ഞാൻ കാണിക്കും. അപ്പൊ ചെറുച്ചാനും ചതിക്കുവാണോ? ഇപ്പൊ കൂട്ടുണ്ടാവും പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേ? ഓ കർത്താവേ, ചെകുത്താന്റെയും കടലിലെയും നടുവിൽപ്പെട്ട അവസ്ഥയായി പോയല്ലോ. അല്ല, അങ്ങനെയല്ല കുക്കിമോളെ, അത് പിന്നെ. മക്കളെ വാ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചിട്ടാവും ബാക്കി സംസാരമൊക്കെ. അല്ലേലും എന്റെ ചീന മമ്മിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. മമ്മി ദേ വരണ, ഫുഡ് എടുത്തോ. പോവല്ലേ? പോയി. സാരമില്ല, എന്തായാലും കൈ കിട്ടൂലോ, അന്നേരം കാണിച്ചു തരാം. അയ്യോ, റോഹൻമോ എന്തീ വന്നില്ലേ? അയ്യോ, ആ കൊച്ചിനെ വിളിച്ചില്ലല്ലോ, അവൻ എന്തേ? സാർ ഒരു കോള് വന്നപ്പോ ഫോണായിട്ട് പുറത്തേക്ക് പോണ കണ്ടു. ചിലപ്പോ പുറത്ത് ഫോൺ വിളിച്ചോണ്ട് നിൽപ്പുണ്ടാവും. ആണോ? എന്നാ ഞാൻ പോയി വിളിച്ചോണ്ട് വരാവനെ. അയ്യോ, അത് വേണ്ട, നീ ഇരുന്ന് കഴിക്കേ. മോളെ കുക്കി, പോയി റോഹൻമോനെ വിളിച്ചോണ്ട് പോച്ചല്ലേ. റോഹൻമോനോ? ഈ മമ്മിക്ക് ഇത് എന്താണ്? വേണേ തന്നെ പോയി വിളിച്ചാ പോരോട്, തിന്നായിരുന്നു എന്നെ വേണം വിളിച്ചോണ്ട് പോവാൻ. അയ്യോ, അത് വേണ്ട, മോള് കഴിക്കുമല്ലേ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാന്നേ. അവള് പൊക്കോളും, ചെന്ന് വിളിച്ചോണ്ട് പാടി. ഓ, ഈ മമ്മിക്ക് ഇതെന്തേ? മര്യാദക്ക് ആറ്റി പോയേനെ. ആറ്റിനിട്ട് വിടുവില്ല, മമ്മിയിട്ട് പോവില്ല. എന്റെ ആരാത്ത് ഞാൻ തിന്നാൻ വിളിക്കാൻ പോവാൻ? എന്റെ കെട്ടിയോനോ? ചുമ്മാ തിന്നാൻ എന്നെ ഇനിപ്പിച്ച് പോരുന്നു. കഷ്ടമാണെന്ന് ആലോചിച്ചൊക്കെ. വേഗം ചെന്ന് വിളിച്ചോണ്ട് പോവാ മോളെ. ഓ, എന്താ ഒരു ഒലിപ്പിക്കല്. ആ മമ്മി, വിളിച്ചോണ്ട് വരാൻ. സാർ, ഫുഡ് കഴിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. മമ്മി വിളിക്കുന്നുണ്ട്. Yeah, that's it. Okay, I will call you later. What? അല്ല, ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതാ. എല്ലാവരും കഴിക്കാനിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞു സാറിനെ വിളിച്ചോണ്ട് വരാൻ. ഇനി പോകാം, അതാ നല്ലത്. ഒരു മിനിറ്റ്, ആൻഡ്ര എവിടെ ഒന്ന് നിന്നേ. ഓ, പിടിച്ച് കാലമാട്. എന്താ സാർ? താനപ്പം മനഃപൂർവ്വം വീണതായിരുന്നല്ലേ? എന്തോന്നാ? പിന്നെ എനിക്ക് പ്രാന്തല്ല ഇത്ര പൊക്കത്തുനിന്ന് സ്റ്റെപ്പിനടുത്ത് താഴത്തേക്ക് ചാടാൻ. ഞാൻ കാല് തെറ്റി വീണതാണ് സാറേ. ഇന്നത്തെ അല്ല, അന്നത്തെ, അന്ന് കോളേജിൽ വെച്ചുള്ളത്. ഞാൻ അറിഞ്ഞ് തനിക്ക് വീഴ്ച ഒരു ഹോബിയാണെന്ന്. മനഃപൂർവ്വം വന്ന് വീണിട്ട് കുറ്റം മൊത്തം എനിക്ക് വെച്ചിട്ട് താനങ്ങ് മുങ്ങിയില്ലേ? കണ്ടുപിടിച്ചു മോനെ. അത് പിന്നെ സാർ,
അന്നങ്ങനെ ഒരു സാഹചര്യത്തിൽ അറിയാതെ പറ്റിപ്പോയതാ. അത് അങ്ങനെ. നീ എങ്ങനെ വല്ലാണ്ട് നിഷ്കുവാവല്ലേ. വെറുതെ പറഞ്ഞു ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്കറിയാം അന്നത്തത് മൊത്തം നിന്റെ ആക്ടിങ് ആയിരുന്നു. അന്നേ എനിക്ക് മനസ്സിലായതാ. എന്നിട്ടും ഒരു പെൺകുട്ടിയല്ല വെച്ച് ഞാൻ സോറി പറഞ്ഞപ്പോൾ നിനക്ക് അഹങ്കാരം. ഓ ഇയാള്. അതെ, എനിക്ക് ആക്ടിങ് തന്നെയായിരുന്നു. ഞാൻ കാരണം തന്നെ അന്ന് വീണത്. അല്ല പിന്നെ താൻ കുറെ ആയല്ലോ ചോദിക്കണു. ഇപ്പൊ തനിക്ക് ഉറപ്പായില്ല ഞാൻ കാരണം തന്നെ വീണേന്ന്. ഇനിയിപ്പോ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറ്റുന്നതൊക്കെ താൻ മൂച്ച് ചെയ്യും. ഓ വാശിയാണോ? ചുമ്മാ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. താനിതിന് നല്ലപോലെ അനുഭവിക്കേണ്ടി വരും. പിന്നെ താൻ അങ്ങ് ഒലത്തും. താനൊന്നും പേടിപ്പിച്ചാൽ ഞാൻ പേടിക്കാൻ പോകുന്നില്ല. സാറുകളൊക്കെ അങ്ങ് കോളേജ് മതി, ഇവിടെ വേണ്ട. ഫുഡ് വല്ലതും വേണേ കഴിക്കാൻ വാ, ഞാൻ വിളിക്കാൻ വന്നതാ. ഞാൻ പോവാ. അഹങ്കാരി. സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ രീതിയിൽ അഭിനയിക്കാൻ അറിയാം. ഒന്നെങ്കിൽ പാവാം, ഇല്ലെങ്കിൽ ഭയങ്കരി. എന്തായാലും അവസരം വരട്ടെ. മോള് വന്നാ? എന്തേ റോഹൻമാൻ എന്തേ? സാറ് പുറകെ വരുന്നുണ്ട് മമ്മി. വാ മോനെ, വന്നിരിക്കേ, ആ ഫുഡ് കഴിക്കാം. മക്കളെ ഇവനെ സാറിനൊന്നും വിളിക്കണ്ട, അതൊക്കെ അങ്ങ് കോളേജിൽ മതി. ഇവിടെ അവൻ നിങ്ങളുടെയൊക്കെ ചേട്ടനാ. അപ്പൊ നിങ്ങള് ഇച്ചായാന്ന് വിളിച്ചാ മതി. പിന്നെ ഇച്ചായെന്ന് വിളിക്കാൻ പറ്റും മുതല്. ഇതിന്റെ മുഖത്ത് നോക്കിയാർക്ക് അങ്ങനെ വിളിക്കുന്നതാണ്. കാട്ടുമാക്കാൻ മോനെന്തെങ്കിലും ടെൻഷനോ വിഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താ മുഖമൊക്കെ ആകെ വല്ലാണ്ടിരിക്കുന്നേ? ഓ അത് കാര്യാക്കണ്ടേ ചായ. 24 മണിക്കൂർ അവന്റെ മോന്ത അങ്ങനെ ഇരിക്കുള്ളൂ. അതൊന്നും നോക്കണ്ട. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, പിന്നെ ആ മോന്ത തെളിയൂല. ആ ഒന്നും കാര്യാക്കണ്ട. അതെ, അത് സ്ഥായി ഭാവങ്ങളെ മാറത്തില്ല. നീ ആ കൊച്ചിനെ നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട. അവള് പറഞ്ഞ കാര്യല്ലേ. നിനക്കൊന്ന് ചിരിച്ചൂടെ മോളെ കുക്കി? ഇവൻ ക്ലാസ്സിൽ ഇങ്ങനെ തന്നെയാണോ? ഞാൻ ഇവനോട് പറഞ്ഞു കോളേജിലൊക്കെ പഠിപ്പിക്കാൻ ചെല്ലുമെങ്കിൽ പിള്ളേരോട് കുറച്ച് ചിരിച്ചു മയത്തിലൊക്കെ സംസാരിക്കണേന്ന്. അവൻ ഇങ്ങനെയാ? പറ്റിയ അവസരം ഇപ്പൊ കാണിച്ചുതരാം. അതെ ആന്റി, ഈ സാർ ഇങ്ങനെ തന്നെയാണ് ക്ലാസ്സിലും. അയ്യോ സോറി, ഇച്ചായൻ. ഇങ്ങനെ തന്നെയാണ് ക്ലാസ്സിലും. ചുമ്മാ ഒരാളോടും ചിരിക്കത്തില്ല, ഇങ്ങനെ കലിപ്പ് പിടിച്ചിരിക്കും. ഓ ഇവള് ചോദിച്ച് മേടിച്ച് കൂട്ടും തോന്നണം. ഇച്ചായന്റെ വലിപ്പാളൊക്കെ ഇട്ട് കൊല്ലുന്ന മട്ടാണല്ലോ കർത്താവേ. ഓഹോ, അതിന് നീ എപ്പോഴാ എന്റെ ക്ലാസ്സിൽ വരെയൊക്കെ ഇരുന്നേക്കുന്നേ? എന്നും പുറത്തല്ലേ, പിന്നെ നീ എങ്ങനെ കാണും എന്റെ മുഖം? സബാഷ്. ഇയാൾ എനിക്കിട്ടാണോ ഞാൻ ഇയാൾക്കിട്ടാണോ പണി കൊടുക്കാൻ ഉദ്ദേശിച്ചത്? ഓ കിട്ടിയോ? ഇല്ല, ചോദിച്ചു മേടിച്ചു. എന്ത് ക്ലാസ്സിന് പുറത്താണെന്നോ? അപ്പൊ ഇവിടെ എല്ലാ ക്ലാസ്സിലൊന്നും കേറാറില്ലേ മോനെ? അയ്യോ തീർന്ന്. ഇയാൾ എനിക്ക് നല്ല രീതിക്ക് പാര വയ്ക്കുവാണല്ലോ. അല്ല അങ്ങനെയല്ല മമ്മി, സാറ് അത് ആന്റി ഇത് കേൾക്കണം. ഒരു ദിവസം ക്ലാസ്സിൽ ഞാൻ ഇത്തിരി വൈകി വന്ന്, എന്നിട്ട് അകത്ത് കയറിയപ്പോൾ ഞാൻ ഇവരോട് വൈകിയ കാരണം ഒന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഈ സാറുണ്ടല്ലോ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് എന്നോട് പറഞ്ഞു നോട്ടില്ലാണ്ടൊന്നും ക്ലാസ്സിൽ കയറണ്ടാന്ന്. ഒന്ന് വർത്താനം പറഞ്ഞതിനാണോടാ നീ ഇവളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടേ? പാവ എന്റെ കൊച്ച്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അങ്ങനെ ചോദിക്കാം ആന്റി എന്തിനാ അങ്ങനെ ചെയ്തേന്ന്. ഇനി ആന്റി നോക്കിക്കോളൂ. എന്ത് മോൻ ചെയ്തതിന് നല്ല കൃത്യമായ കാരണം ഉണ്ടാവും. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതാ. ഇവള് ക്ലാസ്സിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും വായനക്കാണ്ടിരിക്കില്ല. പിന്നെ മോൻ ചെയ്തതിൽ തെറ്റു പറയാനില്ല. ഞാൻ എന്തായാലും മോന്റെ കൂടെ, കാരണം ഇവളുടെ കയ്യിലിരിപ്പ് തീരെ ശരിയല്ല. അതുകൊണ്ട് തന്നെ അവളെ ഇറക്കി വിടേണ്ടി വന്നതല്ലേ മോനെ? അതൊക്കെ. പിന്നെ ക്ലാസ്സിൽ കയറാത്ത കുക്കിമോൾ എങ്ങനെ നോട്ടുണ്ട് ക്ലാസ്സിൽ കയറും? അതെന്തിനാ ഇവൻ അതിനു വേണ്ടി വാശി പിടിച്ചത്? അതിനെന്താ പറയാനുള്ള കാരണം? അത് മമ്മി ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ സാർ കറി ഇച്ചിരി കറിയും കൂടെ എടുക്ക്. നല്ല കറിയല്ലേ? ഓ എന്റെ കുക്കി, നിനക്കൊന്ന് പതുക്കെ സംസാരിച്ചൂടെ? ഓ ഇപ്പൊ എന്റെ കയ്യിൽ വന്ന് ചില്ലുപാത്രം കൂടെ താഴെ പോയേനെ. ഈ പെണ്ണിനെ കൊണ്ട് എനിക്ക് മതി. എനിക്ക് വിശക്കണില്ല, ഞാൻ പോവാണേ. മോളെ അതിന് നീ ഒന്നും കഴിച്ചില്ലല്ലോ. വിശപ്പില്ല ആന്റി, വിശക്കുമ്പോ ഞാൻ പിന്നെ എടുത്ത് കഴിച്ചോളാം. ഓ ഷിറ്റ്, ഇനി ലാപ്ടോപ്പിന് ഞാൻ എന്ത് ചെയ്യും? എബി, നിന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടോ? എനിക്ക് ഒന്ന് തരാൻ പറ്റുമോ? കുറച്ച് അത്യാവശ്യമായിട്ട് കാര്യം ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് വൈകിട്ടല്ലേ പോവുള്ളൂ. ഒരു ലാപ്ടോപ്പ് ഒന്ന് തരാമോ? അതിനെന്താ സാർ, തരാലോ, വാ.
മമ്മി എന്നെ എടുക്കുക. മാമ്പഴം ചെത്തുന്നു. എന്തിയെ വേണോ? ആ മോൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. എന്നാ മോളി മാമ്പഴം തന്നെ. മാമ്പഴം വേണ്ട, എനിക്ക് മാങ്ങാണ്ടി മതി. മാങ്ങാണ്ടിയോ? മാമ്പഴം പെറുക്കത്തിന് പെണ്ണേ, നീ മാങ്ങാണ്ടി തിന്നാൻ പോകുന്നു. അതുകൊണ്ട് കള ഈ മാമ്പഴം എടുത്ത് തിന്നിട്ട്. വേണ്ട, എനിക്കിപ്പോ മാങ്ങാണ്ടി തിന്നാനാണ് മൂട്. എനിക്ക് ഇത് മതി, ഇത് ഞാനും കൊണ്ടുപോവാ. ഓ ഈ പെണ്ണിനെയും കൊണ്ട്. അയ്യോ സാർ, ലാപ്ടോപ്പ് ചാർജ് ഇല്ലല്ലോ. ഇപ്പം എന്ത് ചെയ്യും? അയ്യോ ചാർജില്ലേ? എന്നാ പോട്ടേടോ, സാറില്ല, പിന്നെ ചെയ്യാം. കുക്കിയുടെ ചിലപ്പോൾ ചാർജ് കാണും. നമുക്കെന്നാ അതെടുക്കാം. അവളിപ്പോൾ എന്തായാലും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ സാർ അതിൽ ചെയ്തോ. ആൻഡ്രോയിഡ് ചെയ്തോ? അത് കുഴപ്പമില്ല സാർ. ബാ, ഞാൻ എടുത്തുതരാം. അവളിപ്പോൾ റൂമിലില്ലാന്ന് തോന്നുന്നു. ഇതാ സാർ അവളുടെ ലാപ്ടോപ്പ്. ഇതിനകത്തിപ്പോൾ ചാർജ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഞാൻ അവളോട് പറഞ്ഞോളൂ, സാറ് ചെയ്തോ. ആ ഓക്കെ ബി, താങ്ക് യു. പിന്നെ ഈ സാറ് വീട് വേണ്ട, താൻ എന്നെ ചെയ്യാന്ന് വിളിച്ചാൽ മതിയോ? അതൊക്കെ കോളേജിൽ മതി. ഓക്കെ ചായ, എന്നാൽ അങ്ങനെ ആട്ടെ. ഈ ചായ എപ്പോഴും ചെയ്തു തന്നാ. ഇനിയിപ്പോൾ അത്യാവശ്യമാണെങ്കിൽ വെറുതെ സമയം കളയണ്ട, വേഗം ചെയ്തോ, കുഴപ്പമില്ല. ഇവിടെ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. അംഗൻവാടി പിള്ളേരുടെ കൂട്ടാ റൂമൊക്കെ വെച്ചേക്കുന്നത്. ഓഹ് കഷ്ടമാണ്. കൊച്ചുകള്ളനെ എടാ എടാ, വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ. പ്രൊഫസർക്ക് എന്താ എൻ്റെ റൂമിൽ കാര്യം, അതും ഞാനില്ലാത്ത ടൈമില്? മിണ്ടാണ്ടിരിക്കുന്ന എടോ, തന്നോടാ ഞാൻ ചോദിച്ചത് എൻ്റെ റൂമിൽ എന്താ കാര്യം. അത് എൻ്റെ ലാപ്ടോപ്പ് കൈ പിടിച്ചോണ്ട്. ആ കുക്കി, നീ ഇവിടെ ഉണ്ടായിരുന്ന? ഞാനാണ് നിന്നെ തപ്പി താഴെയൊക്കെ നടക്കുമായിരുന്നു. നീ ഇതെവിടെ ആയിരുന്നു? ഞാൻ കിച്ചണിലുണ്ടായിരുന്നു. കിച്ചണിൽ അവിടെ നോക്കി വരണ്ടിരുന്നേ. അവിടെ നോക്കിയല്ലേ എന്നെ കാണൂ. ഓ, നീ കയറാത്ത സ്ഥലമായോണ്ട് ഞാൻ അവിടെ മാത്രം നോക്കിയില്ല. ആ അത് പോട്ടെ, ഞാൻ ഇങ്ങോട്ട് കാര്യം പറയാനായിരുന്നു വന്നത്. നിന്റെ ലാപ്പ് ഒന്ന് ഈ ചായനെ കൊടുക്കുവാന്ന് പറഞ്ഞു. ഈ ചായന എന്തോ അത്യാവശ്യമായിട്ടെന്തോ ചെയ്യേണ്ടത്, അതുകൊണ്ട്. അതിയാക്ക് വായ തുറന്നങ്ങ് പറഞ്ഞാൽ പോരെ. എന്ത് ചോദിച്ചാലും മിണ്ടാടങ്ങിരുന്നോളൂ. തന്നെ ഇരുന്ന് ബോറടിച്ചപ്പോൾ എന്നൊരു ഡ്രാമ കാണാമെന്ന് വിചാരിച്ച് വന്നതാ. ആ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാം. തന്നെ ഇരിക്കണതോ? അപ്പൊ റിയ എന്തി? നീ അവളുടെ കൂടെ അല്ലേ ഇത്ര നേരം? അവളെന്തി? ആ അവളോട് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ അവൾ നല്ല ഉറക്കം. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. ഒന്ന് കിച്ചണിലൊക്കെ പോയി കറങ്ങിയിട്ട് റൂമിട്ട് പോന്നു. ഉറങ്ങിയ ആസ് യൂഷ്വൽ. അതെന്താ വെച്ചാൽ അങ്ങനെ ഒരു പറച്ചിൽ. അവക്കൊരു 10 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൾ അവിടെ കിടന്നുറങ്ങുന്ന മുതല. അതാ പറഞ്ഞത്, സ്വാഭാവികമായ സംഭവങ്ങളാണ്, കാര്യമാക്കണ്ട. ഇനി നിങ്ങൾക്ക് ശീലമായിക്കോളൂ. എന്നായി ചെയ്യാൻ ചെയ്തോ, ഈ സമയം കളയണ്ട. ഞാൻ എന്നാ താഴെട്ടല്ലേ. കുക്കി, ഇച്ചായനെ വെറുതെ ശല്യപ്പെടുത്തരുത്. മിണ്ടാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോടാ. ഇയാളിത് കുറെ നേരമായല്ലോ. ഞാൻ എൻ്റെ മാങ്ങാണ്ടി വരെ തിന്ന് തീർത്ത്. ഇയാൾ പോകാനുള്ള ഡ്രാമ കാണാമെന്ന് വിചാരിച്ചാൽ പോണ രക്ഷണമൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ വായ തുറന്ന് ചോദിക്കാം, അവിടെ ഇരുന്ന് പെറുവർക്കണമെന്നില്ല. അതും കേട്ടോ, എന്തൊരു ചെവി അയാളുടേത്. ഒന്നുമില്ല സാർ, ഞാൻ വിചാരിക്കുമായിരുന്നേ ഒരു സൺഡേ ആയിട്ട് പോലും സാറിനൊരു ഫ്രീ ഇല്ലല്ലോ, ഭയങ്കര ബിസി ആണല്ലോ എന്ന്. അല്ലാതെ വേറൊന്നുമില്ല. അല്ല സാർ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. സാറിന് ചിരിക്കാൻ അറിയില്ലേ? എപ്പോഴും എന്താ മോഹം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ക്ലാസ്സിലും മോന്തി ഇങ്ങനെ, വീട്ടിലും മോന്തി ഇങ്ങനെ, എല്ലാവരോടും ഇങ്ങനെ അടിക്കുമ്പോൾ ബോറടിക്കുന്നില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കുന്നേ. തനിക്കിപ്പോൾ എന്താ വേണ്ടേ? താൻ എന്നെ ചിരിപ്പിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അതല്ല സാർ, എനിക്ക് ഈ മിണ്ടാത്ത ആൾക്കാരെ തീരെ ഇഷ്ടമല്ല. എനിക്കെപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കണം. എനിക്ക് തന്നെ ഇരുന്ന് മിണ്ടാൻ ഭയങ്കര ബോറാ. അപ്പം ആരെങ്കിലും വേണ്ടി മിണ്ടാൻ. അതുകൊണ്ടാ സാറിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ എനിക്ക് ആകെ ബോറടിക്കുന്നു. അതാ ചോദിച്ചേ. അതിന് തൻ്റെ ബോറടി മാറ്റാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്.
എനിക്ക് അത്യാവശ്യമായിട്ടൊരു പണി ഉള്ളതുകൊണ്ടാണ് ഞാനവിടെ വന്നിരുന്നത്. അല്ലാണ്ട് തനിക്ക് മിണ്ടാൻ കൂട്ടില്ലാமல் മിണ്ടിക്കൊണ്ടെങ്കിൽ എനിക്ക് സമയമില്ല. എന്തായാലും ഞാൻ ചെയ്തു തീർന്നവരെ തൽക്കാലത്തേക്ക് വായൊന്ന് അടച്ചു വെച്ചിരിക്കാമോ? അത്രയും ഉപകാരം ചെയ്യേ. അപ്പൊ ഇച്ചിരി മുമ്പ് സാറല്ലേ ചോദിച്ചത് എന്തെങ്കിലും പറയാനുണ്ട് വായ തുറന്ന് പറയാൻ? അണ്ടിപ്പോ എന്നോട് മിണ്ടാണ്ടിരിക്കാൻ പറയുന്നു. ഇതെന്ത് കഷ്ടമായത്. ഓ, ഞാനത് അബദ്ധത്തിൽ പറഞ്ഞു പോയതാ. ഓ, ഞാൻ തന്നോടാണല്ലോ പറയണത്, ഞാൻ ഓർത്തില്ല. ക്ഷമിക്ക്. ഇനിയെങ്കിലും കുറച്ചേരത്തേക്കൊന്ന് മിണ്ടാണ്ടിരുന്ന് താ. ഇയാളെ കൊണ്ട് വല്ലത് തൊല്ലയാലോ. മാങ്ങാണ്ട് വെച്ച് ഇയാളുടെ തലക്കിട്ട് വേറെ കൊടുക്കായിരുന്നു. മിണ്ടിയാലും കുഴപ്പം, മിണ്ടിയില്ലേലും കുഴപ്പം. താഴേക്കാണ് ഇതിലെ നല്ലത്. ഓ, ഇയാളുടെ വിരിപ്പ് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് പോകണം. സാർ സാർ സാർ, ഇനി എന്താ തനിക്ക് വേണ്ടത്? അതോ ഈ മാങ്ങാണ്ടിക്ക് കൂട്ടുവെക്കോട്ടോ. ഡി Sorry, it's DJ. മമ്മി